ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പച്ചക്കായ ബീഫ് ഇട്ട് വെക്കുന്ന ഒരു റെസിപ്പിയാണ്. വാഴയ്ക്ക എന്നൊക്കെ പറയും മലപ്പുറത്ത് കേട്ടോ. മലപ്പുറത്തല്ല, വേറെ എവിടെയാണ് പറയണോ എനിക്കറിയില്ല. മലപ്പുറത്ത് വാഴയ്ക്ക എന്നൊക്കെ പറയുന്നുണ്ട്. കുക്കറിലാണ് ഇതൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് 2-3 പച്ചക്കായ മുറിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ടുണ്ട്, അതുപോലെ 1-2 ഉള്ളി എടുത്തിട്ടുണ്ട്, 2-3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ്. പിന്നെ ഈ കുക്കറിലേക്ക് നമ്മൾ കുറച്ച് നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. ബീഫൊക്കെ വെക്കാൻ വേണ്ടി ടേസ്റ്റ് വെളിച്ചെണ്ണ തന്നെയാണ്. അതിലേക്ക് നമ്മൾ ചതച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ടൊന്നുമില്ല, ഒരു മീഡിയം രീതിയിൽ ചതച്ചിട്ടുള്ളൂ. ആ വെളിച്ചെണ്ണയിലേക്ക് അതിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ആയി വന്ന ശേഷം ഇതായ ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ചിട്ട് ബാക്കി വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പ് ഞാൻ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. നമ്മളെ നല്ല ജീരകവും പെരുംജീരകവും കൂടിയിട്ടുള്ളതാണത്. അത് കഴിഞ്ഞ ശേഷമാണ് ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ജീരകം അതിലേക്ക് ഇട്ട് വഴറ്റുമ്പം ആ കറിക്കൊരു പ്രത്യേക സ്മെല്ല് ടേസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ചെയ്യുന്നവർ എല്ലാവരും ചെയ്യുന്നതന്നെയായിരിക്കും, എന്നാലും ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ജീരകവും ഉള്ളിയൊക്കെ ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ ആ ഇറച്ചിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കേക്ക് ഊറ്റിച്ച ഇറച്ചി അതിലേക്ക് അതിൻ്റെ മേലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നമ്മൾ മുറിച്ച് വാട്ടിച്ച് ആ പച്ചക്കറീൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം പച്ചക്കായ ഇട്ട് വെച്ച നല്ല കറിക്ക് അത്യാവശ്യം കട്ടിയും ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഈ പച്ചക്കായ്ക്ക് പകരം നമ്മൾ കുമ്പളങ്ങ, അതുപോലെ കർമൂസാന, പപ്പായ അതൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യാം കേട്ടോ. കുമ്പളം ഞങ്ങളെപ്പോഴും ചെയ്യലുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടി, കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി, 2-3 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, ഈ ഒരു സ്പൂണിന് 3 സ്പൂൺ ഇടുന്നുണ്ട്. മല്ലി വേണം ഇറച്ചിക്ക്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എൻ്റെ ഒരു വ്യൂ അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മുടെ ഉലുവൻ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ പട്ട പൂ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഇങ്ങനത്തെ കറിക്ക് ഇടലില്ല, കാരണം ഒരു ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഇതിൽ ഒരു മടുപ്പ് ഫീൽ ചെയ്യും നമ്മുടെ ഈ പട്ടിമ്പൂവും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പും കൂടെ അതിൻ്റെ മേലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ഞാൻ ആവശ്യത്തിന് വെള്ളം ആ ഒരു ഇറച്ചിന് ലെവലിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അതിനേക്കാളും കൂടുതൽ ഒഴിച്ചാൽ എല്ലാം കൂടെ അങ്ങനെ ഒരുപാട് ലൂസായിട്ട് നിൽക്കും. അപ്പോൾ ഇതേപോലെ ഞാൻ അതിൻ്റെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ നമുക്ക് പെട്ടെന്ന് വേവാണെങ്കിൽ കുറേ സമയം വിസിലടുപ്പിക്കേണ്ടി വരും. അങ്ങനെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചട്ടിയിലേക്ക് മാറിയിട്ടുണ്ട് വെന്ത ശേഷം. അപ്പം അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇറച്ചി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറി വേണേൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം എന്തായാലും ഒഴിക്കുന്നുണ്ട്. വരട്ടിയതുപോലെ കഴിക്കണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.